വേദിയിൽ ഉപരിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഈ ചടങ്ങിൽ ജഡ്ജിമാരെ എത്തിയിരിക്കുന്ന 3 വ്യക്തികൾ, ഇന്നത്തെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള കോളേജുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ, അവരുടെ പ്രസംഗം കേൾക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് സ്വാഗതം. ലോകത്തിലെ ഏതൊരു രാജ്യത്തിലും അതിന് മുമ്പോട്ടുള്ള പുരോഗതി നിർണ്ണയിക്കുന്നത് 2 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ആ രാജ്യത്തിൻ്റെ ധാതു സമ്പത്ത്. 2, ആ രാജ്യത്തിൻ്റെ മാനുഷിക സമ്പത്ത്. പക്ഷേ മാനുഷിക സമ്പത്തിനെയാണ് ഞാൻ കൂടുതൽ പരിഗണിക്കുന്നത്. കാരണം ധാതു സമ്പത്തിൽ പ്രകൃതി സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ മാനുഷിക സമ്പത്താണ്. മാനുഷിക സമ്പത്ത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ളതിന് അതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് വിദ്യാലയങ്ങളാണ്. കാരണം കുട്ടികൾ ഒരു 8 മണിക്കൂർ ഉറങ്ങും, 8 മണിക്കൂർ വീട്ടിലുള്ള പല കാര്യങ്ങളിൽ ഏർപ്പെടും. പക്ഷെ ബാക്കിയുള്ള സമയം ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ്. ആ വിദ്യാലയങ്ങളിൽ പല മത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വിവിധ ദൈവ വിശ്വാസങ്ങളിൽ നിന്നും വിവിധ കുടുംബ പാരമ്പര്യങ്ങളിൽ നിന്നും വിവിധ സാമ്പത്തിക നിലവാരങ്ങളിൽ നിന്നും വന്ന കുട്ടികൾ ഒത്തുചേർന്ന് ഒരു ക്ലാസ് മുറിയിലിരുന്ന് വളരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വ്യൂ പോയിൻ്റ് അവരോടും അവർക്ക് ഉള്ള വീക്ഷണങ്ങൾ നമ്മളോടും പറഞ്ഞ് അങ്ങനെയാണ് ഒരു ഒത്തൊരുമയായിട്ട് വളരുന്നത്. ആ ഒത്തൊരുമ അതിൻ്റെ മേലാണ് എങ്ങനെയാണ് അവിടെ ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ ഒരു കോളേജിലോ സ്കൂളിലോ വളരുമ്പോൾ അവർ ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ വീക്ഷണഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സുഖബന്ധങ്ങൾ ഉണ്ടാവുന്നു. ആ സുഹൃബന്ധങ്ങളിൽ വഴക്കും വക്കാണവും തർക്കവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓരോരുത്തരുടെ വീക്ഷണഗതി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഒരു ഒത്തൊരുമ വരുന്നതും മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം ലഭിക്കുന്നത്. വിദ്യാലയങ്ങളിൽ നടക്കുന്ന വിവിധ ആഘോഷങ്ങളിലെല്ലാം പങ്കെടുക്കുമ്പോഴാണ് അതൊരു കൂട്ടായ്മയായിട്ട് മാറുന്നത്. അതിലേറ്റവും പ്രമുഖമായുള്ളവരാണ് പ്രസംഗ മത്സരം. പ്രസംഗ മത്സരം എന്ന് പറയുമ്പോൾ വേദിയിൽ നിന്ന് മുമ്പിലിരിക്കുന്ന ആൾക്കാരെ അഭിമുഖീകരിക്കുവാനുള്ള, അവരോട് അഭിസംബോധന ചെയ്യാനുള്ള ഒരു കരുത്തും മനക്കരുത്തും കിട്ടുന്ന അവിടെ നിന്നാണ്. ഞാനും പ്രസംഗ മത്സരങ്ങൾ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. ആദ്യത്തെ മത്സരത്തിൽ പ്രസംഗിക്കാൻ നിന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാചകം വരുന്നില്ല, എന്താ ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ 2ാമത്തെ മത്സരമായപ്പോൾ ഇല്ല, വാചകം 5 മിനിറ്റ് കിട്ടും, പക്ഷേ എന്നാലും അടുക്കും ചിട്ടയും കിട്ടിയിട്ടില്ല. 3ാമത്തെ മത്സരമായപ്പോൾ എല്ലാവരും അടുക്കും ചിട്ടയുമായി പ്രസംഗിക്കാം എന്നുള്ള സ്ഥിതിയിലെത്തി. ആ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ നേരത്തെ അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കേരളം കണ്ടതിൽ ഏറ്റവും പ്രമുഖനായൊരു പാർലമെൻറ്ററിനായിരുന്നു എൻ്റെ ഫാദർ. ദൈവകൃപയും പ്രസംഗ പാഠവും സംഘടനാ പാഠവും കൊണ്ട് വളർന്ന് കേരള രാഷ്ട്രീയത്തിലും 2 തവണ MLA ആയിരുന്നു. അതിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെത്തി 4 തവണ MP ആയിരുന്നു. ഓപ്പോസിഷൻ ലീഡറായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. പക്ഷെ അതിലെല്ലാം ഉപരി പാർലമെൻറ്റിൽ ഗർജിക്കുന്ന സിംഹം എന്നായിരുന്നു പേര്. കാരണം മലയാളത്തിൽ ഇംഗ്ലീഷ് ഒരുപോലെ സംസാരിക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം വ്യക്തികളുടെ ഒരാളായിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നത് വെച്ചാൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു വ്യക്തി. ആ വ്യക്തിയുടെ പേരിൽ ശ്രീ VM സുധീരൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം കിട്ടിയ തുക ഡൊണേറ്റ് ചെയ്ത്
തുടങ്ങി വെച്ചൊരു സംരംഭം 22 കൊല്ലം പിന്നിടുന്നു എന്ന് വളരെ അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ കൊല്ലവും ഇതെല്ലാം ഓർഗനൈസ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്തെങ്കിലും ചടങ്ങിൽ അത് ഓർഗനൈസ് ചെയ്ത് ഉള്ളവർക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അതിന് സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ ഭാരവാഹികളോട് അപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുമിക്കുന്നു. നമസ്കാരം. ഒരുപാട് നന്ദി സർ. ശ്രീ മത്തായി സ്റ്റീഫൻ സാറിനോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും സൂചകമായിട്ടുള്ള ഉപഹാരം നൽകുന്നതിനായി റെവറൻഡ് സിസ്റ്റർ ഗർട്രൂഡ് മൈക്കിളിനെയും ഉപഹാരം സ്വീകരിക്കുന്നതിനായി സാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.